ഒരു സിനിമയെ ഇത്രയും ഭയപ്പെടുന്നവരാണോ സംഘികൾ? ഇഡി എന്നത് അവരുടെ കളിപ്പാവയെ പോലെയാണ് BJP കൊണ്ടു നടക്കുന്നത്. അവർ പറയുന്നിടത്ത് റെയ്ഡ് നടത്തുക ഒരു കളിപ്പാവ. ആദ്യം അത് എമ്പുരാൻ പ്രൊഡ്യൂസ് ചെയ്ത ഗോകുലം ഗോപാലന്റെ വീട്ടിലേക്കും ഓഫീസിലേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പൃഥ്വിക്കും നോട്ടീസ് വന്നു. ഇപ്പോൾ ഇതാ ആന്റണി പെരുമ്പാവൂരിനും വന്നിരിക്കുകയാണ് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഭരണം കയ്യിലുണ്ട് എന്നതിനാൽ ഏതൊരു വ്യക്തിയെയും എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമെന്നാണ് BJP നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉപദ്രവിക്കേണ്ട എന്നുണ്ടെങ്കിൽ സത്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ വിരട്ടിക്കൊണ്ടേയിരിക്കും, കള്ളക്കേസുകളിൽ കുടുക്കിക്കൊണ്ടേയിരിക്കും. ഇതാണ് BJPയുടെ ഒരു നയം. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും ഇതേ നാണയത്തിൽ കൊടുക്കാനാണ് പണ്ടും ആളുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ലാവ്ലിനാണെങ്കിലും മാസപ്പടിയാണെങ്കിലും ഒന്നും കോടതിയിൽ തെളിയിക്കാൻ ഈ നിമിഷം വരെ ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പിന്നാലെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിനും നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ്. സംവിധായകൻ പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ആന്റണിക്കെതിരെയുള്ള ഈ നടപടി. സിനിമയുടെ നിർമ്മാതാവായ ഗോകുലം ഗോപാലിന്റെ വീട്ടിൽ ED പരിശോധന നടത്തിയതിന് പിന്നാലെയാണ് പൃഥ്വിരാജിനും ആന്റണിക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ആശീർവാദ് ഫിലിംസിന്റെ 2022 നടന്ന റെയ്ഡിന്റെ തുടർ നടപടിയാണ് ആന്റണിക്ക് നോട്ടീസ് നൽകിയതിലെ ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം. ലൂസിഫർ, മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നുണ്ട്. ദുബായിൽ വെച്ച് മോഹൻലാലിന് 2.5 കോടി കൈമാറിയതിലും ആന്റണിയോട് ആദായ നികുതി വകുപ്പ് വ്യക്തത തേടിയിരിക്കുകയാണ്. പ്രൊഡക്ഷൻ കമ്പനിയുടെ വിവരങ്ങൾ അടക്കം തേടിയാണ് പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. സഹനിർമ്മാതാവാണ് എന്നുള്ള നിലയിൽ പൃഥ്വിരാജ് 40 കോടി രൂപ കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയതായി ആദായ നികുതി വകുപ്പ് പറയുന്നുണ്ട്. ഈ മാസം 29-നകം വിശദീകരണം നൽകണമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. 2022 മുതൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ പേരിലാണ് അന്വേഷണം നടന്നു വരുന്നത്. നോട്ടീസ് അയക്കുന്നത് സ്വാഭാവികമായ നടപടിയാണ് എന്നാണ് ആദായ നികുതി വകുപ്പ് പറയുന്നത്. എമ്പുരാൻ ചിത്രത്തിനെതിരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം വ്യാപകമായതിന് പിന്നാലെയാണ് സിനിമയുടെ സംവിധായകൻ, നിർമ്മാതാക്കൾ എന്നിവർക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി ചെന്നൈയിലെ വസതിയിൽ ചോദ്യം ചെയ്യുന്ന ഗോകുലം ഗോപാലിനെ ഇന്നും ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഗുജറാത്ത് വംശഹത്യ ചിത്രീകരിച്ചതിനെ തുടർന്നാണ് ചിത്രത്തിനെതിരെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണം വ്യാപകമായത്. തുടർന്ന് സിനിമയിൽ 24 വെട്ടുകളാണ് നടത്തിയത്. എഡിറ്റ് ചെയ്ത പുതിയ പതിപ്പ് പുറത്തും ഇറക്കിയിട്ടുണ്ടായിരുന്നു.